ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ആക്ഷൻ മൂവി എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോവുകയാണ്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒട്ടും വൈകാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ 4 തരം കഞ്ചാവ് ചെടികളെക്കുറിച്ച് പറയുന്നു. അതിൽ ശീലാവതി എന്ന് പേരുള്ള കഞ്ചാവ് ചെടിക്ക് വലിയ ഡിമാൻഡാണ്. ഈ കഞ്ചാവ് ചെടി ഒഡീഷയിലെ ഈസ്റ്റേൺ ഘാട്സിലെ മലകളിൽ കൃഷി ചെയ്യുന്നു. ആ മലയോരത്തുള്ള ഗ്രാമങ്ങളിലെ ആളുകളെല്ലാം കഞ്ചാവ് കൃഷി ചെയ്താണ് ഉപജീവനം നടത്തുന്നത്. ആ ഗ്രാമത്തിലെ ഓരോ യുവതിയും യുവാവും മറ്റു ജോലിയൊന്നും ചെയ്യാതെ കഞ്ചാവ് കൃഷി ചെയ്ത് ജീവിക്കുകയാണ്. ഏകദേശം 150 കിലോയോളം കഞ്ചാവ് അവർ ചുമലിൽ ചുമന്ന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നു. അങ്ങനെ ഘാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ആളുകൾ മരണപ്പെടാറുണ്ട്. എന്നിരുന്നാലും അവർ കഞ്ചാവ് ബിസിനസ് നിർത്താതെ തുടരുന്നു. കാരണം ശീലാവതി എന്ന കഞ്ചാവ് ചെടിക്ക് കിലോയ്ക്ക് 1 ലക്ഷം രൂപ വരെ വിലയുണ്ട്. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ചെറിയ തുകയ്ക്ക് വേണ്ടി പോലും അവർ ജീവൻ പണയം വെച്ച് കഞ്ചാവ് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും കഞ്ചാവ് വലിച്ചതിനു ശേഷം അവരുടെ മാതാപിതാക്കളെ തല്ലാൻ പോകുന്നു. കഞ്ചാവ് അത്രയധികം കുട്ടികളെ മാറ്റിക്കഴിഞ്ഞു. ഇതോടെ ഈ കഞ്ചാവ് വാർത്തരാജ്യമെങ്ങും വളരെ പ്രസിദ്ധമാകുന്നു. കട്ട് ചെയ്താൽ അടുത്ത രംഗത്തിൽ വിശ്വ എന്ന ഒരു പോലീസ് ഓഫീസറെ കാണിക്കുന്നു. വിശ്വ ആന്ധ്രാപ്രദേശ് ഒഡീഷ അതിർത്തിയിൽ പോയി ഒരു വാൻ പരിശോധിക്കുന്നു. ആ വാനിൽ 50 കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പാക്കറ്റുകൾ കാണുന്നു. ഉടൻ തന്നെ വിശ്വ വാൻ മുഴുവൻ പരിശോധിക്കുന്നു. അപ്പോൾ ഡീസൽ ടാങ്ക് അല്പം വിചിത്രമായി തോന്നുകയും അതിനുള്ളിലെ ദ്രാവകം പരിശോധിക്കുകയും ചെയ്യുന്നു. അത് കഞ്ചാവിന്റെ സത്തയാണെന്നറിഞ്ഞപ്പോൾ വിശ്വ ഞെട്ടിപ്പോകുന്നു. കാരണം അവർ വാനിൽ നിറയെ കഞ്ചാവ് വിതരണം ചെയ്യുകയാണ്. എന്നാൽ ഡീസൽ ടാങ്കിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ കഞ്ചാവ് സത്തയും അവർ കടത്തുന്നുണ്ട്. ഉടൻ തന്നെ വിശ്വ ഈ കേസ് വളരെ ഗൌരവമായി എടുക്കുന്നു. ദ്രാവക രൂപത്തിലുള്ള ഈ കഞ്ചാവ് എവിടെയെല്ലാമാണ് അയച്ചതെന്ന് പൂർണ്ണമായി കണ്ടെത്താൻ വിശ്വ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അന്വേഷണം ആരംഭിക്കുന്നു. അടുത്ത രംഗത്തിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന നായിഡു സഹോദരന്മാരെ കാണിക്കുന്നു. അതിൽ കുന്തുല നായിഡു വളരെ അക്രമാസക്തനായ വ്യക്തിയാണ്. താനറിയാതെ ആരെങ്കിലും ശീലാവതി എന്ന കഞ്ചാവ് നിയമവിരുദ്ധമായി കടത്തിയാൽ അവരെയെല്ലാം ക്രൂരമായി കൊന്നുകളയും. ഒരു ദിവസം നായിഡുവിന് അതേ ഗ്രാമത്തിൽ ശീലാവതി ചെടികൾ വളർത്തുന്നതായി വിവരം ലഭിക്കുന്നു. ഉടൻ തന്നെ നായിഡു അവരുടെ അടുത്തേക്ക് ചെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ ശീലാവതി ചെടി വളർത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുക, അല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് ചാകും എന്ന് നായിഡു മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ അവർ 7 ഗുണമുള്ള ശീലാവതി ചെടി മാത്രമാണ് വളർത്തുന്നതെന്ന് പറയുന്നു. എന്നിട്ടും നായിഡു കേൾക്കാതെ അവനെ ക്രൂരമായി കൊലപ്പെടുത്തി. എന്നെ അറിയാതെ ആരും ശീലാവതി ചെടി വളർത്താൻ പാടില്ല എന്ന് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു. കട്ട് ചെയ്താൽ അടുത്ത രംഗത്തിൽ ഈ സിനിമയിലെ നായികയായ ശീലാവതിയെ കാണിക്കുന്നു. യഥാർത്ഥത്തിൽ അവളുടെ പേരും ശീലാവതി എന്നാണ്. അവൾക്ക് ആ പേരെങ്ങനെ ലഭിച്ചുവെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ശീലാവതി അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ പുറത്തുവരാൻ വളരെ ബുദ്ധിമുട്ടി. അതുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ആളുകൾ ശീലാവതി എന്ന കഞ്ചാവ് ചെടി കത്തിച്ച് അതിന്റെ പുക അവൾക്ക് നൽകുന്നു. ഇതോടെ ശീലാവതിയുടെ അമ്മ മരിക്കുന്നു. പക്ഷെ അവൾ സുരക്ഷിതമായി ജീവനോടെ പുറത്തുവരുന്നു. അമ്മയെപ്പോലെ മരിക്കാതെ സുരക്ഷിതമായി പുറത്തു വന്നതുകൊണ്ട് അവൾക്ക് ശീലാവതി എന്ന ചെടിയുടെ പേര് നൽകുന്നു. ഇനി ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരാം. ശീലാവതി ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുകയും അവളുടെ സഹോദരീ ഭർത്താവായ രാജുവിനൊപ്പം സന്തോഷമായി ജീവിക്കുകയും ചെയ്യുന്നു. ശീലാവതിക്ക് രാജുവിനെ വളരെ ഇഷ്ടമാണ്. അവനും ശീലാവതിയെ വളരെ ഇഷ്ടമാണ്. ഗ്രാമത്തിലുള്ള എല്ലാവരും രാജുവും ശീലാവതിയും വിവാഹം കഴിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ രണ്ടുപേരും വിവാഹം കഴിക്കാതെ പ്രണയിക്കുകയാണ്. എത്രയായാലും സഹോദരീ ഭർത്താവും ഭാര്യയുമാണല്ലോ. അവർ ചിലപ്പോഴൊക്കെ വഴക്കിടുകയും തല്ലുകൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തോന്നാത്തത്. രാജു ഒരു ഡോക്ടറുടെ അടുത്ത് ജോലി ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും ഒരു കാലത്ത് മറ്റെല്ലാവരെയും പോലെ കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജു അച്ഛനോടൊപ്പം കഞ്ചാവ് കടത്തുകയായിരുന്നപ്പോൾ പോലീസ് രാജുവിനെയും ശീലാവതിയെയും പിടിക്കുകയും ഒരുപാട് തല്ലുകയും ചെയ്യുന്നു. രാജുവിന്റെ അച്ഛൻ കടത്തു തുടർന്നു. അപ്പോൾ പോലീസ് വെടിവെച്ചപ്പോൾ രാജുവിന്റെ അച്ഛൻ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അച്ഛൻ മരിച്ചതുകൊണ്ട് രാജുവിന് വലിയ ദുഃഖമുണ്ടാകുന്നു. രാജുവിന്റെ അമ്മ അവനോട് കഞ്ചാവ് കച്ചവടം നിർത്താൻ പറയുന്നു. അതുകൊണ്ട് രാജു അമ്മയ്ക്ക് വേണ്ടിയും ശീലാവതിക്ക് വേണ്ടിയും കഞ്ചാവ് കടത്തുന്നത് നിർത്തുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവന്റെ അമ്മയും മരിക്കുന്നു. അതുകൊണ്ട് രാജു എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്റർ വരെ പഠിച്ച് ഒരു ലാബിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ്. അടുത്ത രംഗത്തിൽ കഞ്ചാവ് കള്ളക്കടത്ത് നടത്തുന്ന വ്യാപാരിയുടെ അടുത്തുപോയി കഞ്ചാവ് ദ്രാവകമാക്കി മാറ്റുന്നത് ആരാണെന്ന് ചോദിക്കുന്നു. എന്നാൽ ആ വ്യാപാരി ആരാണെന്ന് പറയാതെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറയുന്നു. അവിടെ ചെന്നാൽ കുറച്ചുപേർ വന്ന് സ്റ്റേഷനിൽ വെച്ച പണം എടുത്ത് കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഉടൻ തന്നെ വിശ്വായും അവന്റെ ടീമും രഹസ്യമായി റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെയുള്ള പണം നിരീക്ഷിക്കുന്നു. അതേ സ്റ്റേഷനിൽ രാജുവും ശീലാവതിയുമുണ്ട്. മാസ്ക് ഇട്ടിരിക്കുന്ന പോലീസുകാരെ ശീലാവതി ശ്രദ്ധിക്കുകയും രാജുവിനോട് പറയുകയും ചെയ്യുന്നു. ഉടൻ തന്നെ രാജു മാസ്ക് വെച്ച് വന്ന് അവിടെയുള്ള പണം തട്ടിയെടുത്ത് ശീലാവതിയോടൊപ്പം ഓട്ടി രക്ഷപ്പെടുന്നു. യഥാർത്ഥത്തിൽ പോലീസുകാർ പണമുള്ള ബാഗിൽ ലൊക്കേഷൻ ട്രാക്കർ വെച്ചിരുന്നു. രാജു ആ ട്രാക്കർ കണ്ടുപിടിച്ച് റോഡിൽ ഉപേക്ഷിച്ചു പോകുന്നു. അതുകൊണ്ട് പോലീസുകാർക്ക് അവരെ പിടിക്കാൻ കഴിയുന്നില്ല. കൂടാതെ അവരുടെ മുഖം കാണാൻ കഴിയാത്തതുകൊണ്ട് വിശ്വാക്ക് വളരെ ദേഷ്യം വരുന്നു. പണം തട്ടിയെടുത്തതും കഞ്ചാവ് ദ്രാവക രൂപത്തിലാക്കുന്നതും ഘാട്ടികളാണെന്ന് അവന് സംശയം തോന്നുന്നു. അടുത്ത രംഗത്തിൽ യഥാർത്ഥത്തിൽ രാജുവും ശീലാവതിയും ആരുമറിയാതെ കഞ്ചാവ് കടത്തുകയാണ്. അവർ എവിടെയും പോലീസുകാരറിയാതെ കഞ്ചാവ് സുരക്ഷിത
സുരക്ഷിതമായി അയക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മലകളിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് നായിഡുവിന് സംശയം തോന്നി ഒരു ഡ്രോൺ അയച്ച് പരിശോധിക്കുന്നു. യഥാർത്ഥത്തിൽ ആ മലകളിൽ കുറച്ചാളുകൾ കഞ്ചാവ് ദ്രാവക രൂപത്തിലാക്കുകയാണ്. കൂടാതെ ദിവസവും ഇവിടെ നിന്നാണ് കഞ്ചാവ് കടത്തുന്നത്. സത്യം മനസ്സിലാക്കിയ നായിഡുവിന് അവരോട് വളരെ ദേഷ്യം വന്ന് ആളുകളുടെ അടുത്തേക്ക് പോയി അവർ ചെയ്യുന്ന ജോലി കണ്ടപ്പോൾ ഞെട്ടിപ്പോകുന്നു. കാരണം ഇത്രയും കാലം നായിഡു കഞ്ചാവ് ചെടികൾ മാത്രമാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെയുള്ള ഗ്രാമീണർ കഞ്ചാവ് ദ്രാവകമാക്കി കള്ളക്കടത്ത് നടത്തുകയാണ്. അതുകൊണ്ട് വളരെ ഞെട്ടി ഒരു തവണ ദ്രാവകം രുചിച്ചു നോക്കുന്നു. ആ സത്ത വളരെ ലഹരി നൽകുന്നതുകൊണ്ട് നായിഡു പിന്നെയും ഞെട്ടുന്നു. കാരണം ഇത്രയും നല്ല ഉൽപ്പന്നമുണ്ടായിട്ടും അവൻ അറിയാത്തതുകൊണ്ട് അവന് വളരെ ദേഷ്യം വന്ന് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു ആശയം വന്നില്ല എന്ന് ചോദിച്ച് അവിടെയുള്ള ആളുകളെ തല്ലി ഉപദ്രവിക്കുന്നു. അപ്പോഴേക്കും രാജുവും ശീലാവതിയും അവിടേക്ക് വന്ന് ഈ ബിസിനസ്സിൽ എത്ര പങ്കാളിത്തം വേണമെങ്കിലും തരാൻ തയ്യാറാണെന്ന് പറയുന്നു. രാജു അങ്ങനെ പറഞ്ഞപ്പോൾ നായിഡുവിന് വലിയ ദേഷ്യം വന്ന് രാജുവിനെ തല്ലുന്നു. കാരണം കഞ്ചാവ് കച്ചവടം ചെയ്യുന്നവൻ എനിക്ക് പങ്കാളിത്തം വാഗ്ദാനം ചെയ്യുമോ എന്ന് അവന് ദേഷ്യം വരുന്നു. കൂടാതെ അവിടെയുണ്ടായിരുന്ന ശീലാവതിയുടെ ദേഹത്ത് കൈവയ്ക്കുന്നു. അതുകൊണ്ട് രാജുവിന് വലിയ ദേഷ്യം വന്ന് നായിഡുവിനെ തല്ലി നിലത്തിടുന്നു. അവിടെയുണ്ടായിരുന്ന കഞ്ചാവ് സത്തയിൽ മുക്കി ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ രാജുവും അവന്റെ ടീമും കഞ്ചാവ് സത്തയുണ്ടാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു. അങ്ങനെ ഇതുവരെ ആരുടെയും സഹായമില്ലാതെ 140 കോടി ലാഭമുണ്ടാക്കുന്നു. രാജു നായിഡുവിനെ കൂട്ടി ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ അവർ നേരിട്ട് ആ പെൺകുട്ടിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നായിഡുവും കൂട്ടരും ആ പെൺകുട്ടിയുമായിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. അവളും അവളുടെ കൂട്ടുകാരും കഞ്ചാവ് അന്താരാഷ്ട്ര തലത്തിൽ കടത്തുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് രാജു ആ പെൺകുട്ടിയോട് പങ്കാളിയാകാൻ പറഞ്ഞ് കുറച്ച് ഷെയർ നൽകാൻ തയ്യാറാണെന്ന് പറയുന്നു. ആ പെൺകുട്ടി നേരിട്ട് നായിഡുവിന്റെ അടുത്തേക്ക് പോയി രാജുവും അവന്റെ ടീമും ആരും അറിയാതെ 140 കോടിയുടെ ബിസിനസ് ചെയ്തുവെന്ന് പറയുന്നു. നമ്മൾ അവരുമായി സഹകരിച്ചാൽ കൂടുതൽ വരുമാനം ലഭിക്കുമെന്ന് നായിഡുവിനോട് പറയുന്നു. നായിഡുവും ബുദ്ധിപരമായി ചിന്തിച്ച് പങ്കാളിയാകാൻ സമ്മതിക്കുന്നു. അടുത്ത ദിവസം നായിഡുവും അവന്റെ സഹോദരനും കഞ്ചാവ് സത്തയുണ്ടാക്കുന്ന ലാബിൽ പോയി ഒരു തവണ രുചിച്ചു നോക്കുന്നു. അവനും പെട്ടെന്ന് ലഹരി കയറിയതുകൊണ്ട് വളരെ ഞെട്ടുന്നു. കൂടാതെ അവരോടൊപ്പം വന്ന ഒരു സ്ത്രീയും ഒരു തവണ രുചിച്ചു നോക്കുന്നു. അവൾക്കും ഉൽപ്പന്നം വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ശീലാവതിക്ക് ഒരു ഡയമണ്ട് നെക്ലേസ് നൽകി പോകുന്നു. അടുത്ത ദിവസം അവരുടെ ഗ്രാമത്തിൽ ഒരു ഉത്സവമുണ്ട്. അതേ ഉത്സവത്തിൽ രാജു ശീലാവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്ന സമയത്ത് നായിഡുവും അവന്റെ ആളുകളും വന്ന് ഗ്രാമത്തിലുള്ളവരെയെല്ലാം കൊല്ലുന്നു. അതിനുശേഷം ശീലാവതിയെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അതേ സ്ഥലത്താണ് ചെറുപ്പത്തിൽ ശീലാവതി ജനിക്കുന്നത്. അതുകൊണ്ട് അവളെയും അവിടെ കെട്ടിയിട്ട് രാജുവിനെ ശീലാവതിയുടെ കൺമുന്നിൽ വെച്ച് ഒരുപാട് തല്ലുന്നു. കൂടാതെ ശീലാവതിയുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളെല്ലാം ഊരി അവളെ നഗ്നയാക്കി നിർത്തുന്നു. ഇതെല്ലാം കാണുന്ന രാജുവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ ശീലാവതി നഗ്നയായി നിൽക്കുന്നത് രാജുവിന് സഹിക്കാൻ കഴിയുന്നില്ല. നായിഡു രാജുവിനെ കൊലപ്പെടുത്തി ശീലാവതിയെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നു. ശീലാവതി രാത്രി മുഴുവൻ മരിച്ച രാജുവിനെ നോക്കി വളരെ ദുഃഖിക്കുകയും നായിഡുവിനോട് ദേഷ്യം വെക്കുകയും ചെയ്യുന്നു. കട്ട് ചെയ്താൽ രാജുവിനെക്കുറിച്ച് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. യഥാർത്ഥത്തിൽ രാജു കഞ്ചാവ് കച്ചവടം നിർത്തി നഗരത്തിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. എന്നാൽ അവന്റെ ഗ്രാമത്തിലുള്ള ആളുകൾ കഞ്ചാവ് കച്ചവടം ചെയ്ത് അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു. അത് കണ്ടപ്പോൾ രാജുവിന് വലിയ ദുഃഖം തോന്നുന്നു. എങ്ങനെയായാലും അവരുടെ ജീവിതം മാറ്റണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. കാരണം ഗ്രാമത്തിലെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കഞ്ചാവ് കടത്തുകയാണ്. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റിന് 12 കോടി കൈക്കൂലി കൊടുത്ത് സ്കൂൾ പണിയുന്നു. കൂടാതെ ഗ്രാമത്തിലുള്ള ആളുകളുടെ ആരോഗ്യം മോശമായപ്പോൾ 23 കോടി മുടക്കി ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. അങ്ങനെ കഞ്ചാവ് വിറ്റ പണം കൊണ്ടാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. കട്ട് ചെയ്താൽ കഥ ഇപ്പോഴത്തെ കാലത്തേക്കെത്തുന്നു. ശീലാവതി കഞ്ചാവ് സത്തയുണ്ടാക്കുന്ന സ്ഥലത്ത് പോയി അവിടെയുള്ള നായിഡുവിന്റെ ആളുകളെ തല്ലിക്കൊല്ലുന്നു. കൂടാതെ രാജു നിർമ്മിച്ച കഞ്ചാവ് ലാബ് കത്തിച്ചു പോകുന്നു. അടുത്ത ദിവസം ഒരാൾ രാജുവിന്റെ ശവകുടീരം കുഴിക്കാൻ ശ്രമിക്കുന്നു. സത്യം മനസ്സിലാക്കിയപ്പോൾ ശീലാവതി അവന്റെ തല വെട്ടിയെടുത്ത് എല്ലാവരെയും ഭയപ്പെടുത്തുന്നു. ഈ വാർത്ത വളരെ വൈറലായപ്പോൾ കഞ്ചാവ് ദ്രാവക രൂപത്തിലാക്കി കള്ളക്കടത്ത് നടത്തുകയാണെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയുന്നു. അപ്പോഴേക്കും ഈ കള്ളക്കടത്ത് കൈകാര്യം ചെയ്യുന്ന എല്ലാവരുടെയും ബോസിനെ കാണിക്കുന്നു. അവന്റെ പേര് മഹാവീർ എന്നാണ്. അവൻ നായിഡുവിനെയും കൂട്ടരെയും നിയന്ത്രിക്കുകയും വിദേശത്തുള്ള പെൺകുട്ടിക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ നായിഡുവിന് മുന്നറിയിപ്പ് നൽകുന്നു. എങ്ങനെയെങ്കിലും ബിസിനസ് വീണ്ടും ആരംഭിച്ച് ദ്രാവക രൂപത്തിലുള്ള കഞ്ചാവ് മറ്റ് രാജ്യങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഉടൻ തന്നെ നായിഡുവിന്റെ സഹോദരൻ ശീലാവതിയെ കുറച്ചു ദിവസത്തേക്ക് ഉപയോഗിച്ചതിനു ശേഷം അവളെ കൊന്നുകളയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവളെ വിളിച്ച് രാജുവിനെ കൊന്നതിന് സോറി പറയുകയും വീണ്ടും ബിസിനസ് ആരംഭിക്കാം, വരുന്ന ലാഭത്തിൽ പകുതി എടുക്കാമെന്ന് പറയുന്നു. കൂടാതെ രാജു കെട്ടാതെ തന്നെ അവൾ കഴുത്തിൽ താലി അണിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലുള്ള താലി ഊരാൻ ശ്രമിക്കുന്നു. ഇതോടെ ശീലാവതിക്ക് ദേഷ്യം വന്ന് നായിഡുവിന്റെ സഹോദരനെ കൊലപ്പെടുത്തുന്നു. അത് കണ്ടപ്പോൾ നായിഡുവിന്റെ ആളുകൾ അവളെ പിന്തുടരുന്നു. എന്നാൽ അവൾ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവളെ വെടിവെക്കുന്നു. അതുകൊണ്ട് അവൾ അവിടെ വീഴുന്നു. അപ്പോഴേക്കും ശീലാവതിയുടെ കൂട്ടുകാരൻ വന്ന് അവളെ രക്ഷിക്കുന്നു. മറ്റൊരു വശത്ത് നായിഡുവിന്റെ സഹോദരൻ മരിച്ചതുകൊണ്ട് അവന് വളരെ ദുഃഖം തോന്നുന്നു. കൂടാതെ ശീലാവതിയെ കൊല്ലാൻ നോക്കുന്നു. അവളാണെങ്കിൽ നായിഡുവിന്റെ ആളുകളെയെല്ലാം കൊല്ലുന്നു. അതിനുശേഷം ഗ്രാമത്തിലെ ആളുകളുടെ അടുത്തേക്ക് പോയി കഞ്ചാവ് എന്നേക്കുമായി ഉപേക്ഷിക്കാൻ പറയുന്നു. കാരണം കഞ്ചാവ് കാരണം എത്ര പേരുടെ ജീവനാണ്
ചെയ്യാനാണ് പോകുന്നത്. കൂടാതെ കഞ്ചാവ് ചുമന്നുകൊണ്ട് ഈ ഗ്രാമത്തിലുള്ളവർ ഒരുപാട് പേർ മരിച്ചു. അതുകൊണ്ട് കഞ്ചാവ് കാരണം ആളുകൾക്ക് വലിയ അപകടമുണ്ടെന്ന് മനസ്സിലാക്കി കഞ്ചാവ് പൂർണ്ണമായും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഗ്രാമത്തിലുള്ളവർ അത് കേൾക്കുന്നില്ല. ഇപ്പോൾ കഞ്ചാവ് കൃഷി ചെയ്യുന്നത് നിർത്തിയാൽ ഞങ്ങളുടെ ജീവിതം വീണ്ടും റോഡിലാകും, എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ശീലാവതി പല വഴികളും കാണിച്ചു കൊടുക്കുന്നു. നമുക്ക് കൃഷി ചെയ്യാം, കൊച്ചുകുട്ടികളെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാം എന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എന്നിട്ടും ആരും കേൾക്കുന്നില്ല. വീണ്ടും കഞ്ചാവ് കടത്താൻ തുടങ്ങുന്നു. മറ്റൊരു വശത്ത് നായിഡുവിന്റെ ആളുകൾ സ്കൂളും ആരോഗ്യ കേന്ദ്രങ്ങളും കത്തിച്ചു കളയുന്നു. അടുത്ത ദിവസം ശീലാവതി വീണ്ടും ആളുകളുടെ അടുത്തേക്ക് പോയി. ഇപ്പോൾ നമ്മൾ കഞ്ചാവ് കടത്തിയാൽ നാളെ നമ്മുടെ കുട്ടികൾ ജനിച്ചതിനു ശേഷം അവരും കഞ്ചാവ് ജോലി ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതം മാറണമെങ്കിൽ ആദ്യം നമ്മൾ മാറണം എന്ന് പറഞ്ഞ് ഒരുപാട് നല്ല വാക്കുകൾ പറയുന്നു. ഈ തവണ ആളുകൾ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങുന്നു. ശീലാവതി പോയതിനു ശേഷം നായിഡു ആ ഗ്രാമത്തിൽ വന്ന് കഞ്ചാവ് ജോലി നിർത്തിയവരെല്ലാം കൊല്ലുന്നു. അത് കണ്ടപ്പോൾ ശീലാവതിക്ക് വളരെ ദേഷ്യം വരുന്നു. ഉടൻ തന്നെ കഞ്ചാവ് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്ന സ്ഥലത്ത് പോയി കഞ്ചാവ് കത്തിച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴേക്കും നായിഡു അവിടേക്ക് വന്ന് ശീലാവതിയുമായി വഴക്കിടുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വളരെ നേരം വഴക്കിട്ടതിനു ശേഷം ശീലാവതി കഞ്ചാവ് കത്തിച്ച് കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന കഞ്ചാവിൽ നായിഡുവിനെയും ഇട്ട് കത്തിച്ചു കളയുന്നു. അങ്ങനെ നായിഡു കഞ്ചാവോടൊപ്പം ചാരമായി മാറുന്നു. അതിനുശേഷം മലമ്പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന കഞ്ചാവ് മുഴുവൻ കത്തിച്ചു കളയുന്നു. അങ്ങനെ ഗ്രാമത്തിലുള്ളവരും പിന്തുണച്ചതുകൊണ്ട് കഞ്ചാവ് പൂർണ്ണമായും നശിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ആരും അറിയാതെ വിശ്വ ശീലാവതിയെ സഹായിക്കുന്നുണ്ട്. അന്ന് നായിഡുവിന്റെ ആളുകൾ വന്ന് ശീലാവതിയെ വെടിവെച്ചപ്പോൾ വിശ്വയാണ് രക്ഷിക്കുന്നത്. അങ്ങനെ അവനൊരു ചെറിയ സഹായം ചെയ്യുന്നു. വിശ്വയും കഞ്ചാവ് നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ എങ്ങനെയെങ്കിലും ശീലാവതിയുടെ സഹായത്തോടെ കഞ്ചാവ് ബിസിനസ് അവസാനിപ്പിക്കുന്നു. ഇതോടെ സിനിമ അവസാനിക്കുന്നു. ഫ്രണ്ട്സ്, സിനിമ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.